ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കുറെ സമയം കിടന്നുറങ്ങിയെങ്കിലും ലെവൽ കിട്ടുന്നുണ്ടായിരുന്നില്ല റെയ്ഹാന്. ബെഡിൽ എഴുന്നേറ്റിരുന്നോ തലകുടഞ്ഞു. പിന്നെ മെല്ലെ പോയി ഫ്രഷായി. തണുത്ത വെള്ളം തലവഴി ഒഴിച്ചപ്പോൾ വല്ലാത്തൊരു സുഖം തോന്നി. പുറത്തേക്ക് ഇറങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ മനസ്സിൽ ആദ്യമായിരുന്നു ആൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. ആദ്യം ഒരു ചായ ആവാം, ശേഷം ഗിഫ്റ്റ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാവും പുറത്തേക്ക് ഇറങ്ങി. പണ്ടേ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ശീലമില്ല. അതുകൊണ്ട് നേരെ കിച്ചണിൽ പോയി നല്ലൊരു ചായയും ഇട്ട് ഡൈനിങ്ങിലേക്ക് ഇരിക്കാൻ തുനിയുമ്പോഴാണ് ഉമ്മ വിളിക്കുന്നത്. ഡാ, ഫെബിയെ കണ്ടോ നീ? വല്ലാത്തൊരവസ്ഥയിലാവൻ. ഫ്രീ ആണെങ്കിൽ കുറച്ച് സമയം അവനോടൊപ്പം ചെന്നിരിക്കേ. ഫെബി വല്ലാത്തൊരു അവസ്ഥയിലോ? എന്തുപറ്റി? മനസ്സിൽ തോന്നിയ സംശയം ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉമ്മ തിരിഞ്ഞടന്നിരുന്നു. റെയ്യാൻ പെട്ടെന്ന് കോണിപ്പടിയിൽ കയറി ഫെബിയുടെ റൂമിലെത്തിയെങ്കിലും അവനോട് ഉണ്ടായിരുന്നില്ല. ചായക്കപ്പ് ടേബിളിലേക്ക് വെച്ചവൻ വെളിയിലേക്ക് ഇറങ്ങി. ചുറ്റിലും പരതാൻ തുടങ്ങി. ബാൽക്കണി വാതിൽ തുറന്നെടുക്കുന്ന കണ്ട് ധൃതിയിൽ അങ്ങോട്ട് നടന്നു. കണ്ണുകളടച്ച് ബീൻ ബാഗിൽ ചുമരിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു ഫെബി. കവിളിലൂടെ കണ്ണുനീർ ചാറിയിട്ടൊഴുകുന്ന കണ്ട് അവൻ കരയുക തന്നെയാണോ എന്നൊന്നുകൂടി സൂക്ഷിച്ചു നോക്കി റെയ്ഹാൻ. അതെ, അവൻ കരയുകയാണ്. റെയ്ഹാൻ ചെന്ന് അവന്റെ ചുമലിൽ കയ്യമർത്തി. ആ കരസ്പർശനമേറ്റതും പതിയെ ഫെബി മിഴികൾ തുറന്നു. അതിനോടകം തന്നെ റെയ്ഹാൻ അവനരികിലായി മുട്ടൂത്തിയിരുന്നു. എന്താ? അവൻ അങ്ങനെ ഇരുന്ന് കരയണമെങ്കിൽ കാര്യം നിസ്സാരമല്ലെന്ന് റെയ്ഹാനും തോന്നി. സഹിക്കാൻ പറ്റുന്നില്ലടാ എനിക്ക്. ഇതിനേക്കാൾ നല്ലത് മരണ. ഇങ്ങനെ ഒരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ. പറയുമ്പോൾ തൊണ്ടക്കുള്ളിൽ ഒരു പിടുത്തം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഫെബിക്ക്. എന്നിട്ട് റെയ്ഹാന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. നീ തെളിയിച്ചോരാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യോടെ അവനും കൂടി ചേർന്ന് തന്നെ ചതിച്ചടാ. അവനോ? ആര്? ആ കാലിത്. ആ പേര് കേട്ടിൽ പിന്നെ റെയ്ഹാന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആകെ തരിച്ചുപോയി അവൻ. അവന്റെ ഇരിപ്പാണ്ട് ചങ്ക് തുറങ്ങുന്ന വേദനയോടെ മണിക്കൂറുകൾക്ക് മുന്നേ അവിടെ സംഭവിച്ച ഓരോന്നും വള്ളിപുളി വിടാ പറഞ്ഞുകൊടുത്തു ഫെബി. കൊച്ചുകുട്ടികളെ പോലെ ഇരുന്ന് വിതുമ്പിക്കറിയുന്ന അവനെ ഒന്ന് ചേർത്ത് പോലും പിടിക്കാതെ റെയ്ഹാൻ കാലിദിനെ ലക്ഷ്യം വെച്ച് പാഞ്ഞു. ഓടിച്ചെന്ന് അവന്റെ റൂമിന്റെ ഡോർ തള്ളിപ്പൊളിച്ചു. ഞെക്കിൽ പിടിച്ചുന്തി നോക്കി, പക്ഷെ കാര്യമുണ്ടായില്ല. കാലിന്റെ പെരുവിരൽ മുതൽ അരിച്ചു കയറാൻ തുടങ്ങി അവൻ ദേഷ്യം തീർക്കാനായി 4 ചവിട്ട് കൂടി ഡോറിൽ തന്നെ വെച്ചു കൊടുത്ത് നേരെ സോനയുടെ അടുത്തേക്ക് ഓടി. സോന! ഒറ്റ അലർച്ചയിൽ തന്നെ ആ വീട് മുഴുവൻ പ്രകമ്പനം കൊണ്ടു. റൂമിലിരുന്ന സോന പിടഞ്ഞെഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങി വന്നു. എവിടെയാണ് നിന്റെ പൊന്നാങ്ങളാ? അവന്റെ മുഖത്തെ രൗദ്രഭാവം കണ്ട് സോനയുടെ ഉള്ളുകാളി. എനിക്കറിയില്ല, എങ്ങോട്ടോ പോകുന്നുണ്ട്, ശബ്ദം താഴ്ത്തി പറഞ്ഞു അവൾ. അതോടെ റെയ്ഹാൻ തിരിഞ്ഞോടി. താഴേക്കിറങ്ങി വണ്ടിയുമായി റോഡിലൂടെ ചീറിപ്പായുമ്പോൾ മനസ്സ് മുഴുവൻ ആദിയായിരുന്നു. ബാംഗ്ലൂരിൽ കൂടെ ജോലി ചെയ്തൊരുത്തന്റെ കല്യാണമായിരുന്നു. അതിനുവേണ്ടി 3-4 ദിവസമായി വീട് വിട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇങ്ങനെ ദുരന്തം അവനും പ്രതീക്ഷിച്ചിരുന്നില്ല. തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ച് മുഷിഞ്ഞ വേഷങ്ങൾ മാറി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ആദി. പ്രതീക്ഷിക്കാതെ മുന്നിൽ മൂത്താപ്പയെ കണ്ട അവളും ഞെട്ടി. പേടിച്ച് കയ്യും കാലും വിറക്കാൻ തുടങ്ങി. എന്താടി ഞാൻ ഈ കേൾക്കുന്നത്? പല്ലിരിച്ചുകൊണ്ട് അയാൾ അവൾക്ക് നേരെ ചെന്നു. ആദ്യ ഒരടി പുറകിലേക്ക് നീങ്ങി. ആ സത്തെ കൊന്ന് കുഴിച്ചു പോടുന്ന ഞാൻ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി വെക്കാനായിട്ട് പറയുന്നതോടൊപ്പം അയാളുടെ കൈകൾ അവൾക്ക് നേരെ ഉയർന്നു വന്നിരുന്നു. തല്ലി ഏറ്റുവാങ്ങാനെന്നോണം ആദി കണ്ണുകൾ ഇറുക്കി അടച്ചു. നിമിഷങ്ങൾ പിന്നിട്ടിട്ടും തന്റെ മേൽ പ്രഹരമെന്ന് ഏൽക്കാത്ത കണ്ട് അവൾ മെല്ലെ കണ്ണുറന്ന് നോക്കുമ്പോൾ കാറ്റുപോലെ അയാൾ ഡോറ് വലിച്ചുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടു. സമാധാനമായല്ലോ എന്റെ മോൾക്ക്. എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച കുടുംബത്തിന്റെ സൽപ്പേര് കളഞ്ഞപ്പോ സമാധാനം കിട്ടിയല്ലോ അല്ലേ ഉമ്മ? ഞാനൊന്നും മിണ്ടി പോരുത്. ഒരു പാവം മോന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിന്ന് മോങ്ങുന്നവള്. എന്റെ ആശി നീ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പ്രവൃത്തിയുടെ പരായിട്ടാ. നീ ചെയ്ത തെറ്റിന് പാവം എന്റെ കുട്ടിയെ റബ്ബ് പരീക്ഷിച്ച്. ഉമ്മ പ്ലീസ് വിളിക്കരുത് അങ്ങനെ. ഇനി എന്തിനാ നീ നിൽക്കുന്നത്? പോയിക്കോ, എങ്ങോട്ടാണെന്ന് വെച്ച് ഇറങ്ങിപ്പോയിക്കോ. എനിക്കിങ്ങനെ ഒരു മോളില്ല പറഞ്ഞുകൊണ്ട് ഉമ്മ വാപ്പൊത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ശേഷം കണ്ണുമുഖവും തുടച്ച് വെളിയിലേക്ക് ഇറങ്ങി. ഒന്ന് കിടന്നാൽ മതിയെന്ന് കരുതിയായിരുന്നു അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത്. അത്രയ്ക്ക് ക്ഷീണം തോന്നിയിരുന്നു. ഇപ്പൊ ആകെ ഒരു മരവിച്ച അവസ്ഥ. ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടവൾ ബെഡിനടിയിൽ വെച്ച തന്റെ ബാഗ് കയ്യിലേക്ക് എടുത്തു. തലയിലെ ഷോൾ ഒന്നുകൂടി ശരിയാക്കിയിട്ട് റൂമിന് പുറത്ത് കിടന്ന് ഒന്ന് ചുറ്റും കണ്ണോടിച്ചു. പരിചയമുള്ള ഒരു മുഖം പോലും കാണാനില്ല. അവൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങി. ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ട് കിടക്കുമ്പോൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് സത്യത്തിൽ അവൾക്ക് അറിയില്ലായിരുന്നു. റോഡിലേക്ക് കയറിയതും ഹോസ്പിറ്റലിന് സൈഡിലായ ഒരു ചെറിയ ടീ ഷോപ്പ് കണ്ട് ആദിയുടെ നടത്തുന്ന സ്ലോ ആയി. കുറച്ചു സമയം അവൾ അതിനകത്തേക്ക് തന്നെ നോക്കി നിന്നു. തൊണ്ട വരളുന്നുണ്ട്. ഏതോ നേരത്തെ ഒരു തുള്ളി വെള്ളം കുടിച്ചതാണ്. വയറിന്റെ കത്തലാണെങ്കിൽ അതിനേക്കാൾ മേലെ. അകത്തൊരു കുഞ്ഞു ജീവനും കൂടി ഉള്ളതല്ലേ. വിശപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. മെല്ലെ കടക്കാരൻ്റെ അടുത്തേക്ക് നീങ്ങി. കുറച്ച് ചൂടുവെള്ളം തിരി കുടിക്കാൻ. ദയനീയമായ ശബ്ദത്തിനുടമയാരാണെന്നറിയ അയാൾ പെട്ടെന്ന് മുഖമുയർത്തി നോക്കി. ആളുടെ മുഖം കണ്ടപ്പോഴേ അയാൾക്ക് ഉള്ളലിവ് തോന്നി. വേഗത്തിലൊരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അത് വാങ്ങിക്കുന്നതിനൊപ്പം ആദിയുടെ മിഴികൾ മുന്നിലെ ചില്ലുപെട്ടിലേക്ക് നീണ്ടു. അതിലാകമാനം ഒന്ന് പരതി. എന്താ വേണ്ടത്? കടക്കാരൻ ചോദിച്ചപ്പോൾ അവളുടെ നോട്ട അയാളിലേക്കായി.
ഒന്നും വേണ്ട നിറത്തിൽ അവളും തലയനക്ക് മാത്രം ചെയ്തു. ശേഷം അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്ന് പതിയെ വെള്ളം കുടിക്കുമ്പോൾ ആ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. വയറും വായും ഭക്ഷണത്തിനായി ഒരുപോലെ മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷെ 5 പൈസ കയ്യിലില്ല. ആലോചിക്കുന്നവരും കണ്ണുനീർ അണപൊട്ടിയ കണക്കിന് കവിളിലൂടെ ചാലിട്ടൊഴുകി താഴേക്ക് പതിച്ചു. സംരക്ഷിക്കാൻ കരുത്തുറ്റ കൈകളുണ്ടായിട്ടും വിശപ്പടക്കാൻ പോലും നിവൃത്തിയില്ലാതെ പെരുവഴിയിലായി പോയല്ലോ എന്നോർത്ത് പെട്ടെന്നാണ് മുന്നിലേക്ക് ഒരു പാത്രം നീണ്ടുവരുന്നു. അവൾ മിഴികളുയർത്തി നോക്കി. ഒരു പുഞ്ചിരിയോടെ കടക്കാരൻ നിൽക്കുന്നു. അയാളുടെ മുഖത്തേക്കും ശേഷം പാത്രത്തിലേക്കോ മാറി മാറി നോക്കി. വടയും ചട്നിയും. കഴിച്ചോ? സ്നേഹത്തോടെ അയാൾ പറഞ്ഞെങ്കിലും വേണ്ടെന്ന് അവൾ തലയനക്കി. വിശക്കുന്നുണ്ടെങ്കിൽ മോള് കഴിച്ചോ? അയാൾ വീണ്ടും അവളെ നിർബന്ധിച്ചു. പൈസയില്ല കയ്യില്. ചുണ്ടുകടിച്ച് വിതുമ്പലടക്കിക്കൊണ്ട് പറയുന്നവളെ വേദനയോടെ ഒരു നിമിഷം നോക്കിപ്പോയി അയാൾ. പൈസ ഞാൻ ചോദിച്ചില്ലല്ലോ. വിശക്കുന്നവർ വന്നാൽ പൈസ ഇല്ലാത്തവരാണെങ്കിലും ഞാനിങ്ങനെ ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് കാരണം ഇന്നോളം എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല. മോള് സാവധാനം കഴിച്ചോ. നല്ല തിരക്കാ, ഞാൻ അവിടെ ചെല്ലട്ടെ. പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ പിന്തിരിഞ്ഞു. ആൾ മെല്ലെ വടമുറിച്ച് ചട്നിയിൽ മുക്കി കഴിച്ചു തുടങ്ങി. നെഞ്ചിലെ ഭാരം കാരണം തൊണ്ടയിൽ കൂടി ഇറങ്ങാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി അവൾക്ക്. എങ്കിലും കഴിച്ചേ പറ്റൂ. തന്റെ പ്രണയത്തിന്റെ തുടിപ്പുണ്ട് ഉദരത്തിൽ. കണ്ണീർ ചുവയും കൂട്ടിക്കലർത്തിയ വടയും ചട്നിയും കഴിച്ച് ഇണീച്ചവൾ പാത്രം തിരികെ കൊടുത്തു. വിശപ്പ് മാറിയോ മോളെ? ചിരിയോട് അദ്ദേഹം ചോദിക്കുമ്പോൾ മറുപടിയായി കൈകൂപ്പിക്കൊണ്ടവൾ നന്ദി പറഞ്ഞു. അയ്യേ, എന്താ ഇത്? അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു? മോളുടെ പ്രാർത്ഥനയിൽ പാവപ്പെട്ട വൃദ്ധനുണ്ടാവുകയാണെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നും നേടാനില്ല എനിക്ക്. തീർച്ചയായിട്ടും മരണം വരെ എൻ്റെ എല്ലാ ദുആകളിലും നിങ്ങളുണ്ടാവും. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നൊരു പുഞ്ചിരി കൂടി ആൾക്കായി സമ്മാനിച്ച ശേഷം ഇനി എങ്ങോട്ടെന്നറിയാതെ വീണ്ടും അവൾ നടത്താരംഭിച്ചു. ആരുമില്ലാത്തവർക്ക് താങ്ങാൻ പറ്റിയ ഇടം വല്ലതുമുണ്ടോ എന്നാണ് ഓരോ സെക്കൻഡിലും ആ മിഴികൾ തിരഞ്ഞത്. നേരെ സന്ധ്യം കഴിഞ്ഞിട്ട് കുറച്ചധികം സമയമായി. മുക്കിലും മൂലയിലും സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞു. ടൗൺ ഏരിയ കഴിഞ്ഞ് അവൾ ഉൾവശത്തേക്ക് എത്തിത്തുടങ്ങി. ചിലരുടെയെങ്കിലും നോട്ട് അവളിൽ ചെറുതല്ലാത്ത ഭയമുണർത്തിച്ചു. പെട്ടെന്നാണ് ഒരു ഇരുമ്പലോടെ മുന്നിലേക്ക് ഒരു വൈറ്റ് സ്കോർപ്പിയോ വന്ന് നിർത്തുന്നു. അത് കണ്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞു കയറി. ഖാലിദ്. അറിയാതെ തന്നെ വായിൽ നിന്ന് ആ പേര് ഉതിർന്നു വീണിരുന്നു. അപ്പോഴേക്കും ഡോർ വന്നവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആദ്യം തന്റെ കൈയുള്ള ബാഗിൽ പിടിമുറുക്കി. അവനെ തന്നെ മിഴിച്ചു നോക്കി. അവൾക്ക് മൈൻഡ് കൊടുക്കാതെ അവൻ വണ്ടിയുടെ ബോണ്ടിലേക്ക് ചാരിയുന്നു. ചുണ്ടിലെ സിഗരറ്റിൽ തീ കൊളുത്തി ഒന്ന് ആഞ്ഞു വലിച്ചു. ശേഷം അതിന്റെ ബാക്കിയായ പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിലേക്ക് ഊതിവിട്ടു. പെട്ടെന്നാണ് മറ്റൊരു വാഹനം ആദിയുടെ പുറകിൽ വന്ന് നിർത്തിയത്. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അതും തിരിച്ചറിയാൻ സമയം വേണ്ടി വന്നില്ല. റെയ്ഹാൻ. അവനെ കണ്ടതും ഖാലിദിന് മുഖം മാറി. ചുണ്ടിലെരിയുന്ന സിഗരറ്റ് തുപ്പിക്കളഞ്ഞു അവൻ അവർക്ക് നേരെ നടന്നു. ഇത്ര പെട്ടെന്ന് നീ എത്തിയോ? ഈ ഒരു എൻട്രി ഞാൻ പ്രതീക്ഷിച്ചില്ല. നടക്കുന്നതിനോടൊപ്പം അവർ റെയ്ഹാൻ നോക്കി പറഞ്ഞു. പിന്നെ നീ എന്താ വിചാരിച്ചത്? ഇവളെ ഭീഷണിപ്പെടുത്തി ഇപ്പൊ തന്നെ കൂടെ കൊണ്ടുപോകാന്നോ? ഏയ്, അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടേ ഇല്ല. രാവും പകലും നീ ഉണ്ടല്ലോ ഇവൾക്ക് രക്ഷകനായി. ഫെബിയുടെ കയ്യിൽ നിന്ന് ഇവളെ റാഞ്ചി പറഞ്ഞാലും പിന്നാലെ നീ എത്തുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആണല്ലോ, പിന്നെ നീ ഈ വൃത്തിയുടെ പരിപാടിക്കുന്നത്? നീ കൊണ്ടു നടക്കുന്ന ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെയല്ല ഇവളെ വിട്ടേക്ക്. അങ്ങനെ വിടാനായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടുമായിരുന്നോ ഞാൻ? മോഹിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഈ ഖാലിദിനറിയാം. ഓഹോ, എങ്കിലും ഒന്ന് കാണട്ടെ. അതുവരെ അവരുടെ ഡയലോഗ് കേട്ട് ഒന്നും മനസ്സിലാവാൻ വീഴ്ചയെന്ന് ആദിക്ക് നേരെ തിരിഞ്ഞു ഖാലിദ്. പൊടുന്നതിന് അവിടെ കയ്യിൽ പിടിച്ച് ഒറ്റവലിക്ക് തനിക്കരിയിലേക്ക് കൊണ്ടുവന്നു. ഇവളിനി ഖാലിദിനുള്ളതാ. 1-2 ദിവസമല്ല, വർഷം കുറച്ചായി ഇങ്ങനെ ഒരു മോഹുള്ളിലിട്ട് കൊണ്ടുനടക്കുന്നു. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാ നീ ചെയ്യ്. അതും പറഞ്ഞവൻ ആദ്യം വലിച്ച് വണ്ടിക്കരികിലേക്ക് നടന്നു. അവൾ പരമാവധി പിടിപിടിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഡോർ തുറന്നവന് ഒറ്റ തള്ളിന് അവൾ അകത്തേക്ക് കയറ്റി. അതേപോലെ തന്നെ വലിച്ചടച്ചു. തിരിഞ്ഞതും പ്രതീക്ഷിക്കാതെ നെഞ്ചിൽ ആഞ്ഞൊരു ചവിട്ടുകൊണ്ടത് ഒരുമിച്ചായിരുന്നു. പെട്ടെന്നായതുകൊണ്ടൊന്ന് വേച്ചാവൻ പുറകോട്ട് തെറിച്ചു വീണു. ആ സമയത്ത് ഡോർ ഒന്ന് റെയ്ഹാൻ ആദ്യം പുറത്തേക്ക് ഇറക്കി. ഒന്നും നോക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചതുകൊണ്ട് തന്റെ ജീപ്പിനരികിലേക്ക് നടന്നു. ഒരർച്ചയോടെ വീണെടുത്ത് എഴുന്നേറ്റ് ഖാലിദ് റെയ്ഹാന് നേരെ പാഞ്ഞു. ഒറ്റ ചവിട്ടിന് അവനെ ദൂരേക്ക് തെറിപ്പിച്ചു. മണ്ണിലേക്ക് നെഞ്ചും തള്ളി വീണ റെയ്ഹാൻ വാശിയോടെ ചാടി എഴുന്നേറ്റ് ഖാലിദിന് നേരെ തിരിഞ്ഞു. പിന്നെ അവിടെ നടന്ന് എന്താണെന്ന് വിശദീകരിക്കാൻ കണ്ടെന്ന് ആദിക്ക് പോലും സാധിക്കില്ലായിരുന്നു. അമ്മാതിരി അടി. പിടിവലി നടത്തി രണ്ടും മണ്ണിൽ കിടന്നുരുണ്ടു. രണ്ടിലൊന്നിന്റെ ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടുമെന്ന അവസ്ഥ. പേടിച്ച് കരഞ്ഞുകൊണ്ടെല്ലാം നോക്കി നിൽക്കാനല്ലാതെ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും കഴിഞ്ഞില്ല അവൾക്ക്. റെയ്ഹാൻ, വേണ്ട, നിർത്ത് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അവരവളെ കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവൾ ചുറ്റും കണ്ണോടിച്ചെങ്കിലും പ്രയോജനം ഉണ്ടായില്ല. ദൂരെ കുറച്ച് വാഹനങ്ങൾ വേഗത്തിൽ കടന്നു പോകുന്നുണ്ടെന്നല്ലാതെ അവിടെങ്ങും ആരുമില്ല. പൊടുന്നതിനെ റെയ്ഹാൻ പിടഞ്ഞെഴുന്നേറ്റു. ശേഷം ഖാലിദിനെ കൂടി വലിച്ചെഴുന്നേൽപ്പിച്ച് തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. ഖാലിദിനെ എതിർക്കാൻ കഴിഞ്ഞില്ല. റെയ്ഹാന്റെ തല്ലുകൊണ്ട് വായിൽ നിന്ന് ചോര തെറിച്ചു. അത് കണ്ട് പേടിച്ച് ആദ്യം ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ പിടുത്തമിട്ടു. വേണ്ട റെയ്ഹാൻ, ഇനി തന്നെയാവും മരിച്ചു പോകും. അവൾ തടഞ്ഞു ഖാലിദിന്റെ കോടതിയിലുള്ള പിടുത്തമിട്ടു റെയ്ഹാൻ. അതോടെ അവൻ നിലത്തേക്ക് വീണു. ശരീരത്തിന് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. റെയ്ഹാനും വേച്ച് വണ്ടിക്കരിയിലേക്ക് നടന്നു. ബോട്ടിലെടുത്ത് അല്പം വെള്ളം വായിലേക്ക് അമഴ്ത്തി. തൊണ്ടയുടെ വരൾച്ച മാറിയതും അവന്റെ നോട്ട് ആദിയിലേക്കായി. അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വാ, വന്നു കയറ്. അവൾ അനങ്ങിയില്ല. വല്ലാതെ ഭയം തോന്നി ഉള്ളിൽ. ഒരു പീഡന കേസിലെ പ്രതിയാണ് അവൻ.
അങ്ങനെയുള്ളവന്റെ കൂടെ ഈ രാത്രി തനിച്ചെങ്ങനെ യാത്ര ചെയ്യും? പോയില്ലെങ്കിൽ ആര് തന്നെ സംരക്ഷിക്കും? മനസ്സിലുയരുന്ന ചോദ്യങ്ങളുമായി അവൾ നിന്നെടുത്ത് തന്നെ തറഞ്ഞിരുന്നു. അപ്പോഴേക്കും റെയ്ഹാൻ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു, സ്വല്പ അധികാരത്തോടെ തന്നെ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ അവർ ഐസിയുവിന് പുറത്തങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. ഉമ്മ, ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചു വരാം, വിശക്കുന്നില്ലേ? വേണ്ട മോനെ, എനിക്കൊന്നും ഇറങ്ങില്ല. എന്റെ ആശി ഒരു നോക്ക് കാണുകയും ചെയ്യാതെ ഞാനെങ്ങനെയാ? ഉമ്മ വീണ്ടും മിഴികൾ നിറച്ചു. അതൊക്കെ കാണാം. അവന് ഭേദമായി പുറത്തേക്ക് വരുമ്പോ ഉമ്മ ക്ഷീണം പിടിച്ചിരിക്കുന്നുണ്ടാ, എന്നോടായിരിക്കും ദേഷ്യപ്പെടുന്നത്. വന്നേ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയും വിളിച്ച് ഷിയാബ് റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് എതിരെ റിൻഷ വരുന്നത്. ആ, റിൻഷയോ? വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ ചോദിച്ച് ഷിയാബ്. അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ മിഴികൾ നീണ്ടുപോയത് ഐസിയുവിന്റെ ഡോറിലേക്കാണ്. നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ച പോലെ തോന്നിയവൾക്ക് മിഴികൾ നിറഞ്ഞു വന്നു. ഒരു സർജറി കഴിഞ്ഞൊന്നില്ലേ? ചെറിയൊരു മാറ്റമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിലും ഐസിയുവിൽ നിന്ന് പുറത്തിറക്കാനായിട്ടില്ല. പ്രാർത്ഥിക്കുക, പടച്ചോൻ കൈവിടാതിരിക്കട്ടെ. ആഷി റിൻഷ ഇഷ്ടത്തിലാണെന്ന് ആദ്യം പറഞ്ഞ മനസ്സിലുണ്ട് ഷിയാബിന്. ആ ഓർമ്മയിൽ അവളുടെ ഉള്ളം വായിച്ചെടുത്ത പോലെ വിശദീകരിച്ചു കൊടുത്തു. എല്ലാം കേട്ടിട്ട് ഒന്നും പ്രതികരിക്കാതെ ശീലകണക്കിന് നിൽക്കുന്നവളെ കണ്ട് വല്ലാത്ത സഹതാപം തോന്നിപ്പോയി ഷിയാബിന്. ബോളുവ, റൂമുണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. ഷിയാബ് അത് പറഞ്ഞപ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് വരുന്നത്. ഉപ്പ കൂടെ വന്നിട്ടുണ്ട്. വണ്ടി താഴെ പാർക്ക് ചെയ്ത് അതിൽ തന്നെ ഇരിക്കുകയാണ്. ചില കാര്യങ്ങളിൽ ആളിത്തിരി സ്ട്രിക്റ്റ് ആണ്. ആദിയുടെ പേര് പറഞ്ഞ് കാല് പിടിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള സമ്മതം കിട്ടിയത് തന്നെ. ആദിയുടെ ഇങ്ങോട്ട് വന്നില്ലേ അവള്? ചിന്തയിൽ നിന്നുണർന്ന റിൻഷ പെട്ടെന്ന് ഷിയാബിനോട് ചോദിച്ചു. റൂമിൽ കാണും, നീ വാ. ഇല്ല, അവളോട് പറഞ്ഞാൽ മതി, ഞാൻ വന്നിരുന്നു. ഉപ്പാക്ക് വേറെ എവിടേക്ക് പോകാനുണ്ട്. പെട്ടെന്ന് തിരിച്ചിറങ്ങണം എനിക്ക്. പിന്നെ നിന്നിട്ടും കാര്യമില്ലല്ലോ, ആശയെ കാണാൻ പറ്റില്ലല്ലോ. വേദനയോടെ പറയുമ്പോൾ അവളുടെ മിഴികൾ ഒരു തവണ കൂടി ഐസിയുവിന്റെ അടച്ചിട്ട ഡോറിന് മുകളിലേക്ക് പാഞ്ഞു. ശേഷം പോട്ടെ എന്ന് പറഞ്ഞ് ഉമ്മയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ഷിയാബിന്റെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞു നടന്നു. ഹൃദയം പിടക്കിയായിരുന്നു അവൾക്കപ്പോൾ. മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച അവനോടുള്ള പ്രണയം ഒരിക്കൽ പോലും കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തു. എന്തിന്? പലവട്ടം ചോദിച്ചപ്പോഴൊന്നും അവന് ഇഷ്ടമുണ്ടെന്ന് സമ്മതിച്ചു കൊടുത്ത പോലുമില്ല. ഓർക്കും തോറും അലറി കരയാൻ തോന്നി അവൾക്ക്. കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ വായ പൊത്തി പിടിച്ച് അതിനെ നിയന്ത്രിച്ച് നിർത്തി. ഓടിപ്പോയി വാഷ്റൂമിൽ കയറി ടാപ്പ് തുറന്ന് ശക്തമായി വെള്ളം മുഖത്തേക്ക് തേവി കഴുകിക്കൊണ്ടിരുന്നു. പിന്നീടാണ് ഉപ്പക്കരിയിലേക്ക് ചെന്ന്, എന്നെ വീട്, ഞാൻ വരുന്നില്ല നിന്റെ കൂടെ. ആദ്യം പറഞ്ഞ് റെയ്യാൻ അവളെയും തറപ്പിച്ചു നോക്കി. ശേഷം ആ കയ്യിലെ പിടുത്തൊന്നുകൂടി മുറുക്കി വലിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവനും കയറിയിരുന്നു. ഉള്ള സ്പീഡിൽ മുന്നോട്ട് പറന്നു. പേടിയോടെ ആദ്യം തന്റെ വയറ്റിലേക്ക് കൈ ചേർത്ത് പിടിച്ചു. യാത്രയിലുടനീളം പരസ്പരം ഒന്നും മിണ്ടാതെ മുന്നിലേക്ക് മാത്രം നോക്കിയിരുന്നു രണ്ടുപേരും. റൂം തുറന്നു ഷിയാബിന്റെ കണ്ണൊന്ന് ചുറ്റിലും ഓടി. ആദ്യം അവിടെയെങ്കിലെന്ന് മനസ്സിലായതും അവന്റെ നോട്ടം ബാത്റൂമിന്റെ ഡോറിലേക്ക് നീണ്ടു. അത് പുറത്തുനിന്ന് ലോക്കാണ്. അവന് നെറ്റി വിളിഞ്ഞു. സംശയം തീർക്കാനെന്നോണം ലോക്ക് ഊരി വാതിൽ തുറന്നവൻ അകത്തേക്കൊന്ന് എത്തി നോക്കി. അവിടെയും അവളില്ല. ആദ്യയോടെ ഷിയാബിന്റെ ചോദ്യം കേട്ട് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഉമ്മ. ദേഷ്യം കൊണ്ട് നേരത്തെ വിളിച്ചു പറഞ്ഞു പോയതൊക്കെ അപ്പോഴാണ് അവർ ഓർക്കുന്നത്. വെപ്രാളത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അവളോട്. ഉമ്മ പറയുന്നതായിട്ട് ഷിയാബ് വേഗത്തിൽ വാതിലൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇരു സൈഡിലും മാറി മാറി നോക്കിയെങ്കിലും അവിടെയെങ്കിലും അവളില്ല. ഓനെ, ഉമ്മയുടെ വിളി കേട്ട് വീണ്ടും അവനകത്തേക്ക് തന്നെ കയറി. അവളുടെ ബാഗ് ഇവിടെ കാണാനില്ലടാ. പറയുമ്പോൾ എന്തിനാ അവരുടെ മിഴികൾ നിറഞ്ഞു തോന്നിയിരുന്നു. ഷിയാബ് ഒന്ന് ഷോക്കായി. ഈ രാത്രി അവൾ ഇതെവിടെ പോയി? ചിന്തിക്കാതിരുന്നില്ല അവൻ. അതിവേഗത്തിൽ പറക്കുന്ന റെയ്യാന്റെ ജീപ്പ് പെട്ടെന്ന് മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞു. അതുവരെ അനങ്ങാതിരുന്ന ആദ്യം മുഖം ചിരിച്ച് അവനെ നോക്കി. എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? അവളുടെ ചോദ്യം കേട്ടിട്ട് അവരൊന്നും മിണ്ടിയില്ല. മുഴുവൻ ശ്രദ്ധയും ഡ്രൈവിംഗിൽ മാത്രം കൊടുത്തു. വണ്ടി മുന്നോട്ട് പോകും തോറും ആദ്യ വെപ്രാളത്തോടെ ചുറ്റിരുന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. ഭയം കാരണം അവിടെ അടിവയറ് മുതൽ മുകളിലേക്ക് തിളച്ചു മറിയുകയായിരുന്നു. ഒടുക്കം ആൾപ്പാർപ്പില്ലാത്ത ഒരു പൊളിഞ്ഞ വീടിനടുത്ത് അവൻ വണ്ടി കൊണ്ടുപോയി നിർത്തി. ആദ്യം തന്റെ കൈയുള്ള ബാഗിൽ പിടിമുറുക്കി. റെയ്യാൻ അവളെ ശ്രദ്ധിച്ചില്ല. നല്ല നിലാവെളിച്ചമുണ്ടായിരുന്നു. അവൻ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി നടുവെന്ന് ശരിയാക്കി. ശേഷം ആദ്യം നോക്കി. അവൾ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി. അത് കണ്ടതും അവൻ നടന്നു വന്ന് അവളുടെ സൈഡിലായി നിന്നു. ഇറങ്ങ്. എന്തിന്? അവന്റെ കയ്യിൽ നിന്ന് അടിയുണ്ടാക്കി നിന്നെ രക്ഷിച്ചുകൊണ്ടുവന്നല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു ഗുണം എനിക്കും വേണ്ടേ? നീ ഇറങ്ങ്. കാതിലേക്ക് ചുണ്ടടുപ്പിച്ച് റെയ്യാനത് പറയുമ്പോൾ അവളുടെ ഉള്ളം പെരുമ്പറ മുഴക്കിയായിരുന്നു. അവന്റെ കൈകളിൽ നിന്ന് രക്ഷയില്ലെന്ന് അവൾ ഉറപ്പിച്ചു. അല്ലെങ്കിൽ ഇവിടെ വന്ന് ആര് തന്നെ രക്ഷിക്കാനാണ്? സങ്കടവും ഭയവും കാരണം അവളുടെ മിഴികൾ നിറഞ്ഞു. അതോടൊപ്പം റെയ്യാൻ അവളെ പുറത്തേക്ക് വലിച്ചിറക്കിയിരുന്നു. ആരണ്ട വെളിച്ചത്തിലും അവന്റെ കണ്ണിലെ ക്രൂര നോട്ടം അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. തന്റെ ജീവിതം ഇവിടെ തീരുകയാണെന്ന് അവൾ ഉറപ്പിച്ചു. റെയ്യാൻ പ്ലീസ്, എന്താ നിനക്ക് വേണ്ട? എന്തിനാ നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അവനൊന്നും മിണ്ടിയില്ല. കുറച്ചുകൂടി അവളിലേക്ക് നടന്നെടുത്തു. അവളുടെ ഹൃദയമിടിപ്പേറി. പേടിയോടെ അവനെ തന്നെ തുറിച്ചു നോക്കി. റെയ്യാന്റെ കൈകൾ ആദിയുടെ ഇരു ഷോട്ടിലും മുറുകി. അവൾ മിഴികൾ ഇറുക്കി അടച്ചു. അല്പസമയം അങ്ങനെ നിന്നിട്ടും അവളിൽ നിന്നും പ്രത്യേകിച്ച് ഒരു അനുഭവം നേടാത്തതിനെ തുടർന്ന് ആദി പതിയെ കണ്ണുകൾ തുറന്നു. ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ തന്നെ ഈ നോക്കിൽക്കുന്ന റെയ്ഹാനെ കണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
എന്ത് നിനക്കൊന്നോ ഞാൻ? നിന്റെ ശരീരത്തിൽ കൈവച്ചോ? ഒറ്റയ്ക്ക് കിട്ടിയിട്ടും ദുർബലാണെന്നറിഞ്ഞിട്ടും നിന്റെ മാനത്തിന് വില പറഞ്ഞ ഞാൻ? ശരം വിട്ട പോലെ ചോദ്യങ്ങൾ ഓരോന്ന് അവൾക്ക് നേരെ ഉന്നയിക്കുമ്പോൾ അവന് മറുപടി നൽകാൻ സാധിക്കാതെ അവൾ ഒന്നുകൂടി തളർന്നുപോയി. ആ സമയം അവളുടെ ഷോട്ടിൽ പിടുത്തമിട്ട് അവന്റെ രണ്ട് കൈകളും പതിയെ പിൻവലിഞ്ഞിരുന്നു. നിന്റെ ഫെബിക്ക് നിന്നോട് പറഞ്ഞെന്ന്? ഞാനൊരു പെണ്ണുപിടിയനാണെന്നോ? എന്നോട് കൂട്ടുകൂടരുതെന്നോ? എന്താവും നിന്നെ പറഞ്ഞു പഠിപ്പിച്ച്? എന്നിട്ടിപ്പോ അവനെവിടെ? ആട്ടിപ്പായിച്ചില്ലേ നിന്നെ? ഇത്രയും നാൾ കൂടെ കിടന്ന് നിന്നെ വിശ്വസിക്കാതെ അവനെ മാത്രം ശരിയെന്ന് വെച്ച് ഇറക്കി വിട്ടില്ല ആ വീട്ടിൽ നിന്നും. നിനക്കിത് കിട്ടണം. കള്ളന്മാരോടെന്ന പോലല്ലായിരുന്നോ എന്നോട് നിന്റെ പെരുമാറ്റം? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ വേണം നിനക്ക്. എന്തിനാണ് ആദ്യോട് തന്റെ ഉള്ളിൽ ഇത്ര ദേഷ്യമെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. വായിൽ തോന്നിയെല്ലാം വിളിച്ചു പറഞ്ഞു. കേട്ടുന്ന അവരുടെ ഉള്ളിൽ ഒന്നുകൂടി വേദന നിറഞ്ഞു. ആ മിഴികൾ നിറഞ്ഞു തുളുമ്പി, ചുണ്ടുകൾ വിറകൊണ്ടു. റയാൻ, ഞാൻ... തൊണ്ടക്കുഴിയിൽ ആരോ പിടുത്തമിട്ട പോലെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. ആ അവസ്ഥ കണ്ട് റയാന്റെ ഉള്ളൊന്ന് പിടച്ചു. അറിഞ്ഞതാ ഞാനിങ്ങനെ ഒരു വേദന. ചെയ്യാത്ത കുറ്റത്തിന് എല്ലാവരും കൂടി അകറ്റി നിർത്തിയതും ഒറ്റപ്പെടുത്തിയെല്ലാം അനുഭവിച്ചതാ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം മറ്റാരെക്കാളും കൂടുതൽ ഇന്ന് തനിക്കുള്ള മനസ്സിലാക്കാൻ സാധിച്ചതും. ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം അവനൊന്ന് ഇടീർപ്പെട്ടു. നോട്ടം ആദിയിലേക്ക് നീണ്ടു. ദയനീയതയില്ലാതെ മറ്റൊന്നും ആ മുഖത്ത് കാണാനില്ല. വാ നടക്ക് പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച പതിയെ അവൻ ജീപ്പിനടുത്തേക്ക് കൊണ്ടുപോയി. കയറ് പോവാം. ഇവളത്രയും പന്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദി കയറിയിരുന്നു. ശേഷം റൈഹാനും. വണ്ടി അവിടുന്ന് പുറപ്പെട്ടു. അലക്ഷ്യമായി എങ്ങോട്ടോ ഓടിക്കൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.